ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കുത്തഴിഞ്ഞ ഭരണ പരിഷ്കരണങ്ങളിലൂടെ സർക്കാർ ജനങ്ങളെ കെടുതിയിലേക്ക് തള്ളിവിടുന്നു എന്ന് കോൺഗ്രസ് ആരോപിച്ചു. വൈദ്യുതി വില വർധനവിനെതിരെ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച KSEB ഓഫീസ് മാർച്ചിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. എറിയാട് KSEB ഓഫീസിന് മുൻപിൽ ചേർന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനത്തിന്റെ 257 കോടി രൂപ വൈദ്യുതി കമ്പനിക്ക് ലഭിക്കാനുള്ള പണം ഈ സർക്കാർ എഴുതി തള്ളാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഇപ്പോൾ KSEB എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഇത് തിരുവാസംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്നല്ലാതെ. PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, KSU മുൻ താലൂക്ക് പ്രസിഡന്റ് ഇസാ ബിൻ അബ്ദുൽ കരീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NS സലീമുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റുമാരായ PA മുഹമ്മദ് സഗീർ, KM സാദത്ത്, EK സജീവൻ, ബ്ലോക്ക് ഉപാധ്യക്ഷന്മാരായ CM മൊയ്തു, EK സോമൻ, PA മനാഫ്, CA റഷീദ്, PK മുഹമ്മദ്, നിതീഷ് കുമാർ, ജോസഫ് ദേവസി, AK അബ്ദുൽ ഖാദർ, PP ഷാജി, ഹസീന റിയാസ്, സെക്രട്ടറിമാരായ EA നജീബ്, PH റഹീം, PM ലിയാഖത്ത്, PK അബൂബക്കർ, CA ഗുഹൻ, PK ബാഹുലേയൻ, ഗീത സതീശൻ, സരോജിനി ശിവദാസൻ, ഷിയാസ് എടവഴിക്കൽ, ഷീബ മുരളി എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ കുറ്റമല്ലേ? ഇവിടെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിരുന്ന 4 വൻകിട പദ്ധതികളാണ് സർക്കാർ വേണ്ട സമയത്ത് ആ കരാർ പുതുക്കാതിരുന്നത് മൂലം ആ കരാറുകൾ റദ്ദാക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. 4 രൂപ 21 പൈസ യൂണിറ്റിന് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ 1 വർഷമായി 5 മുതൽ 10 രൂപ വരെ ഒരു യൂണിറ്റ് നൽകി വാങ്ങുമ്പോൾ അതിന്റെ ബാധ്യതയായി ഈ 1 വർഷത്തിൽ മാത്രം ഏതാണ്ട് 197 കോടി രൂപയാണ് KSEBക്ക് അധിക ബാധ്യത ഉണ്ടായിരിക്കുന്നത്. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.